എജ്യൂപോർട്ട്, നിങ്ങളുടെ സ്വന്തം സ്വാതി മിസ് ആണ് കേട്ടോ. ദേ ക്രിസ്മസ് എക്സാം ഇങ്ങ് അടുത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും എന്നാ മിസ് വിചാരിക്കുന്നത്. ഇനിയും പഠിച്ചു തുടങ്ങാത്ത ഏതെങ്കിലും മക്കളൊക്കെ മിസ്സിന്റെ ക്ലാസ് ദേ ഇപ്പൊ കാണുന്നുണ്ട്, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കാൻ തുടങ്ങണം. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. നിങ്ങൾ തന്നെ ഒന്ന് എണ്ണി നോക്കിക്കേ, കറക്റ്റ് എത്ര ദിവസം ഉണ്ട് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് എന്ന്. റെഡി ആണല്ലോ? എല്ലാവരും പഠിച്ചു തുടങ്ങിക്കോ കേട്ടോ. സോ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്? നമ്മൾ ഒരു അടിപൊളി കഥ പഠിച്ചിട്ടില്ലായിരുന്നോ? ഏതായിരുന്നു? ദോ സന്ദരേം അല്ലെ? ദോ സന്ദരേം നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. ഏതായിരുന്നു? സന്ദരേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ഓർത്തു നോക്കിയേ. യെസ്, ആ ദോ സന്ദരേം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോകുന്ന 2-3 ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. റെഡി അല്ലേ? ആ ചാപ്റ്റർ ഏതാന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നോക്കിയോ, മിസ് കാണിച്ചു തരാം. റെഡി അല്ലേ? ഏതായിരുന്നു? ദേ ഇതായിരുന്നു നമ്മുടെ ചാപ്റ്റർ ദോ സന്ദരേം. ഇപ്പൊ പിക്ചർ കണ്ടോ മിസ്സിന്റെ മക്കൾക്ക് എല്ലാവർക്കും ഓർമ്മ വന്നല്ലോ ഏതായിരുന്നു അത് എന്ന്? റെഡി അല്ലേ? അതായത് 2 ഓറഞ്ചുകളാണ് അല്ലേ? ദോ സന്ദരേം 2 ഓറഞ്ചുകളായിരുന്നു. ഓർമ്മയില്ലേ? ഇതാരാ നിൽക്കുന്നത്? ബാലു ആയിരുന്നു. ഓറഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു, ഓറഞ്ചിനെ കയ്യിലെടുത്തു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? യെസ്. അപ്പം ഈ ചാപ്റ്റർ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് മിസ് ദേ നിങ്ങൾക്ക് ഇപ്പം ജസ്റ്റ് ഒരു 5 മിനിറ്റിൽ പറഞ്ഞു തരാം. എല്ലാവരും റെഡി ആണല്ലോ? നോക്കിയോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കഹാനി കെ പാത്ര കോൻ കോൻ ഹേ. എന്താ ചോദിച്ചിരിക്കുന്നേ? കഹാനി കെ പാത്ര കോൻ കോൻ ഹേ. കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? കോൻ കോൻ ഹേ. കോൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൻ കോൻ ഹേ എന്ന് പറഞ്ഞാല് ആരൊക്കെയാണ്? നിങ്ങൾക്ക് ചിലപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ, ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെ ആയിരുന്നു എന്ന് ചോദിക്കും. ആരൊക്കെ ആയിരുന്നു? ദേ പിക്ചർ കാണുന്നുണ്ടല്ലോ മിസ്സിന്റെ മക്കൾ എല്ലാവരും. 3 ആൾക്കാരായിരുന്നു, 3 ക്യാരക്ടേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നേ. ആദ്യത്തേത് ആരാണ്? ദേ സന്ദര ഏക്, ഒന്നാമത്തെ സന്ദര അല്ലേ? ഓറഞ്ച് ആയിരുന്നു. അടുത്തത് ആരാണ്? സന്ദര ദോ, രണ്ടാമത്തെ ഓറഞ്ച് ആയിരുന്നു. മൂന്നാമത്തത് ആരായിരുന്നു? ബാലു ആണ്. അവരെ കഴിക്കാൻ വേണ്ടിട്ട് വന്ന ബാലു ആണ്. ഇവര് 3 പേരുമാണ്. സന്ദര ഏക്, സന്ദര ദോ, ബാലു. റെഡി അല്ലേ? അടുത്ത ചോദ്യം നോക്കിയേ. യെസ്, ഇതെന്താണ് ചോദ്യം? നോക്കിയേ. ലിഗേ ബാലു ക്യാ ക്യാ കർത്തേ ഹേ. ബാലു ക്യാ ക്യാ കർത്താ ഹേ എന്നാ ചോദിച്ചിരിക്കുന്നേ. ബാലു എന്തൊക്കെയാ ചെയ്തിരുന്നേന്ന് അല്ലേ? ആ കഥ ഒന്ന് ഓർത്തു നോക്കിയേ. ആ കഥയില് ബാലു ഈ സന്ദരേതോ സന്ദരയും അല്ലേ അവരുടെ അടുത്തേക്ക് വന്നിട്ട് എന്തൊക്കെയാ ബാലു ചെയ്തിട്ടുണ്ടായിരുന്നേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതാണ് ചോദിച്ചിരിക്കുന്നേ. എക്സാമിന് ചോദിക്കും കേട്ടോ, എന്തൊക്കെയാണ് ബാലു ചെയ്തിട്ടുണ്ടായിരുന്നേ എഴുതൂ എന്ന് നിങ്ങളുടെ അടുത്ത് പറയും. നോക്കിയേ, മിസ് പറഞ്ഞു തരാം. ആദ്യത്തത് എന്തായിരുന്നു? ആദ്യം സംഭവിച്ചത് ബാലു ആത്താ ഹേ. ബാലു ആത്താ ഹേ എന്ന് പറഞ്ഞാല് ബാലു വന്നു അല്ലെ? ബാലു വന്നിട്ടല്ലേ ബാക്കി എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആദ്യം എന്താ നടന്നത്? ബാലു ആത്താ ഹേ. ആത്താ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? വന്നു. അടുത്തതോ, വന്നു കഴിഞ്ഞതിന് ശേഷം ബാലു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ബാലു കി മുഹ് മേ പാനി ആത്താ ഹേ. ബാലുവിന്റെ വായയിൽ വെള്ളം വന്നു അല്ലേ? അതായത് ആ ഓറഞ്ചുകളെ കണ്ടപ്പം ബാലുവിന്റെ വായയിൽ എന്താ വന്നിട്ടുണ്ടായിരുന്നേ? സൂപ്പർ ടേസ്റ്റ് അല്ലെ? നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കണ്ട, ബിരിയാണി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, ഐസ്ക്രീംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ ഇങ്ങനെ വെള്ളം വരൂലേ? അതേപോലെ തന്നെ ബാലുവിന്റെ വായിൽ എന്ത് വന്നിട്ടുണ്ടായിരുന്നു? പാനി ആത്താ ഹേ. പാനി ആത്താ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം വന്നു. സെറ്റ് അല്ലേ? അടുത്ത നോക്കിയോ, എന്തായിരുന്നു? ബാലു ഏക് സന്ദര ഉട്ടാ ഹേ. ബാലു ഒരു ഓറഞ്ചിനെ എടുത്തിട്ടില്ലായിരുന്നോ? അതാ പറഞ്ഞത് ഏക് സന്ദര. ഏക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്. കണ്ടോ? ഒന്ന്. ഏക് സന്ദര ഉടുത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? എടുത്തു. അടുത്തത് എന്താ ബാലു ചെയ്തത്? ബാലു സന്ദരേക്കോ ജോർ സേ പക്കഡ്താ ഹേ. ബാലു സന്ദരേക്കോ ജോർ സേ. ബാലു ഓറഞ്ചിനെ വേഗത്തിൽ അല്ലെ ഇങ്ങനെ മുറുക്കെ പിടിച്ച് അങ്ങോട്ട് വേഗത്തിൽ എടുത്തു. ജോർസെ എന്ന് പറഞ്ഞാൽ എന്താ? ശക്തമായി. ഓക്കെ, സ്പീഡിൽ കേട്ടോ, ശക്തമായിട്ട് പിടിച്ചു അല്ലേ ഓറഞ്ചിനെ. അടുത്തതോ, ബാലു വഹി ബൈറ്റ്നാ ഹേ. പിന്നെ എന്താ അവസാനം ചെയ്തിട്ടുണ്ടായിരുന്നേ? ശക്തിയിൽ എടുത്ത സമയത്ത് ഓറഞ്ചിന്റെ നീര് കണ്ണിലായിട്ടില്ലായിരുന്നോ? ബാലുവിന്റെ കണ്ണിലായിട്ട് കണ്ണ് എരിഞ്ഞിട്ടില്ലായിരുന്നോ? ജൽത്ത എന്ന് പറഞ്ഞില്ലേ, എരിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം എന്ത് ചെയ്തു ബാലു? വഹി ബൈറ്റ്നാ ഹേ. അവിടെ ഇരുന്നു അല്ലേ? അതാണ് പറഞ്ഞിരുന്നത്. ബൈറ്റ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുന്നു. എവിടെ ഇരുന്നു? വഹീം, അവിടെ.
ഓക്കെ അല്ലേ? ബാലു എന്തൊക്കെയാ ചെയ്തിട്ടുണ്ടായിരുന്നേ എന്ന് ചോദിക്കും കേട്ടോ പരീക്ഷയ്ക്ക്. ഇത്രയും കാര്യങ്ങളാ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നുകൂടെ മിസ് പറഞ്ഞുതരാം. ആദ്യം ബാലു വന്നു. രണ്ടാമത്തത് ബാലുവിന്റെ വായിൽ വെള്ളം വന്നു. മൂന്നാമത്തത് ഒരു സന്തരേനെ ഏക്ക് സന്തര ഉടുത്താ ഹേ, ഒരു സന്തരേനെ എടുത്തു. അടുത്ത എന്തായിരുന്നു? ബാലു അതിനെ ശക്തമായിട്ട് ഇങ്ങനെ എടുത്ത സമയത്ത് ശക്തമായിട്ട് പിടിച്ചു അല്ലെ? സന്തരേനെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു. അടുത്ത എന്തായിരുന്നു? ബാലു അവിടെ ഇരുന്നു. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അടുത്ത ചോദ്യം നോക്കാം നമ്മള്. റെഡി? നന്നാക്കി പഠിക്കണം കേട്ടോ എന്തൊക്കെയാ ബാലു ചെയ്തിട്ടുണ്ടായിരുന്നേന്ന്. ദേ അടുത്ത ചോദ്യമാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നേ. എന്താണ്? പടേ സംജേ ഓർ ക്രം സേ ലിഗേ. എന്താണ്? പടേ വായിക്കൂ. പടേ എന്ന് പറഞ്ഞാൽ എന്താണ്? വായിക്കൂ. വായിച്ചിട്ട് സംജേ മനസ്സിലാക്കൂ. ഓക്കെ, വായിച്ച് മനസ്സിലാക്കൂ. എന്നിട്ട് ക്രം സേ ലിഗേ ക്രമത്തിൽ എഴുതൂ. ഓർഡർ ആക്കിയിട്ട് എഴുതൂ. ക്രം സേ ലിഗേ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമത്തിൽ ലിഗേ എഴുതൂ. അപ്പൊ ആദ്യം നമുക്ക് വായിച്ചു നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതെല്ലാം ഇല്ലേ, ഇതെല്ലാം എന്താണ്? ക്രമത്തിലല്ല, എല്ലാം ക്രമം തെറ്റായിട്ടാ കൊടുത്തിരിക്കുന്നത്. നമ്മളത് വായിച്ച് ക്രമത്തില് ഒന്നാമത്തെ രണ്ടാമത്തെ ഓർഡർ ആക്കിയിട്ട് എഴുതണം. റെഡി ആണോ? മിസ് പറഞ്ഞു തരാം, നോക്കി എല്ലാരും. ഒന്നാമത്തെ എന്താണ്? ബാലുവിനെ സന്തരേക്കോ ഫേങ്ക് ദിയ. ബാലു സന്തരേനെ വലിച്ചെറിഞ്ഞു. അതാണോ ആദ്യം നടന്നത്? അല്ലല്ലോ. അപ്പൊ അത് ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന അതാണ്. അപ്പൊ എന്താണ്? അത് ആദ്യമല്ല. അടുത്ത എന്താണ്? ദോനോം സന്തരേ ഖൂബ് ഹംസേ. രണ്ട് ഓറഞ്ചുകളും കൂടെ ഒരുപാട് ഒരുപാട് ചിരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തതോ? ദോ സന്തരേ ഘൂംനെ നികലേ. രണ്ട് ഓറഞ്ചുകള് കറങ്ങാൻ വേണ്ടിയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അടുത്തത് സന്തരേക്കെ രസസേ ആഖോ മേ ജലൻ ഹുയി. ഓറഞ്ചിന്റെ നീര് കണ്ണിലായപ്പം കണ്ണ് ജലൻ ഹുയി, എരിയാൻ തുടങ്ങി. ലാസ്റ്റിലതോ? ബാലു സന്തരേക്കോ ഖാനേ വാലാദാ. ബാലു ഓറഞ്ചിനെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. കണ്ടോ? എല്ലാം ഓർഡർ തെറ്റിച്ചിട്ടാ കൊടുത്തേ, ഒന്നും ക്രമത്തിലല്ല കൊടുത്തേ. നിങ്ങളുടെ അടുത്ത് ക്രമത്തിലാക്കി എഴുതാൻ വേണ്ടിയിട്ടാ പറഞ്ഞേ. എഴുതി നോക്കുകയല്ലേ? മിസ് പറഞ്ഞുതരാം. എന്തായാലും ഈ ചോദ്യം നിങ്ങളുടെ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. ക്രമത്തിലാക്കിയിട്ട് ഇതേപോലെ ക്രമം തെറ്റാക്കിയിട്ട് കൊടുക്കും. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് അത് ശരിയാക്കി എഴുതാൻ പറയും. ദേ മിസ് പറഞ്ഞുതരാം. ഇതിൽ ആദ്യത്തത് ഏതാണ്? ആദ്യം തന്നെ എന്താ സംഭവിച്ചത്? രണ്ട് ഓറഞ്ചുകൾ കൂടി ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി അല്ലേ? അതല്ലേ ആദ്യം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം അത് എഴുതണം. ഓക്കെ, മിസ് ഇവിടെ എഴുതാൻ നോക്കിയോ. ഏതാണ്? ദോ സന്തരേ ഘൂംനെ നിഖലേ. ഓക്കെ, ഘൂംനെ നിഖലേ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റിക്കറങ്ങുക. എന്താണ്? ചുറ്റിക്കറങ്ങാൻ ഇറങ്ങി. അതാണ് ഒന്നാമത്തത്. റെഡി അല്ലേ? ഓക്കെ, ഇതാണ് ഒന്നാമത്തത്. ഇനി രണ്ടാമത്തത് എന്താണ്? അവരിറങ്ങിയ ശേഷം എന്താ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? ബാലു വന്നു. ബാലു അവരെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു അല്ലേ? അതാണ് നമ്മൾ അടുത്തത് എഴുതേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ നമ്മൾ ഇതിലിപ്പോ ഏതാ എഴുതിയത്? ദേ ഇതാണ് ഒന്നാമത്തത് എഴുതിയത്. ഇനി രണ്ടാമത്തത് ബാലു വന്നു. ദേ ഏതാണ്? ഇതാണ് രണ്ടാമത്തത്. ബാലു സന്തരേക്കോ ഗാനേ വാലാദാ. ബാലു ഓറഞ്ചിനെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അതാണ് നമ്മൾ അടുത്തത് എഴുതേണ്ടത്. ഓക്കെ, ഓക്കെ. ഗാനേവാല കഴിക്കാൻ വന്നു. ഓക്കെ, അപ്പൊ ഇനി മൂന്നാമത്തത് ഏതാണ്? കഴിക്കാൻ വന്നതിന് ശേഷം എന്താ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? ഓറഞ്ചിന്റെ നീര് കണ്ണിലായിട്ട് കണ്ണെരിഞ്ഞിട്ടില്ലായിരുന്നോ? അത് ഏതാണ്? ദേ ഇതാണ് മൂന്നാമത്തത്. സന്തരേക്കെ രസസേ ആങ്കോ മേ ജലൻ ഹുയി. ഓറഞ്ചിന്റെ രസ് നീര് കണ്ണിലായപ്പം കണ്ണ് ജലൻ ഹുയി, എരിയാൻ വേണ്ടിട്ട് തുടങ്ങി. റെഡി അല്ലേ? അതുകൂടെ അവിടെ എഴുതാം. സന്തരേക്കെ രസ് से आंखों में जलन हुई. ജലൻ ഹുയി എന്ന് പറഞ്ഞാൽ എന്താണ്? എരിഞ്ഞു, എരിയാൻ തുടങ്ങി. ആങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണ്. രസം എന്ന് പറഞ്ഞാൽ എന്താണ്? നീര്.
ഓക്കേ, അപ്പം കണ്ണെരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? ബാലു അപ്പോഴും ഓറഞ്ചിനെ കയ്യിൽ പിടിച്ചിരുന്നോ? ഇല്ലല്ലോ. കണ്ണെരിഞ്ഞപ്പം ബാലു അതിനെ ഫേങ്ക് ദിയാ, വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാ ഇതില് ഫേങ്ക് ദിയ എന്ന് പറഞ്ഞത്? ദേ ഇതാണ് നാലാമത്തത്. ഫേങ്ക് ദിയ, വലിച്ചെറിഞ്ഞു. എഴുതല്ലേ നമ്മള് നാലാമത്തത്. ഓക്കേ, ബാലുനെ संतरे को फेंक दिया. സെറ്റ് അല്ലേ? ഫേങ്ക് ദിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വലിച്ചെറിഞ്ഞു. ഓക്കെ, ഇനി അപ്പൊ ലാസ്റ്റത്തതോ വലിച്ചെറിഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചിട്ടുണ്ടായിരുന്നേ? അത് കണ്ടിട്ട് രണ്ട് ഓറഞ്ചുകൾ കൂടി ചിരിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് ചിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതാണ് ലാസ്റ്റിലത്. ഇതിലേതാണ് അഞ്ചാമത്തത്? ഇതാണ് അഞ്ചാമത്തത്. ദോനോം സന്തരെ ഖൂബ് ഹംസേ, രണ്ട് ഓറഞ്ചുകളൂടെ ഒരുപാട് ചിരിച്ചു. ദോനോ സന്തരെ ഖൂബ് ഹംസേ, ചിരിച്ചു. സെറ്റ് അല്ലേ? എന്തായാലും പരീക്ഷയ്ക്ക് ഈ ചോദ്യം ചോദിക്കും കേട്ടോ. ഓർഡർ ആക്കിയിട്ട്, ഓർഡർ ഒക്കെ തെറ്റിച്ച് ക്രമം അല്ലാതെ കൊടുക്കും. എന്നിട്ട് നിങ്ങൾ എടുത്ത് അത് ക്രമസേലികെ, ക്രമത്തിൽ എഴുതൂ എന്ന് പറയും. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ പാഠത്ത് നിന്ന് എക്സാമിന് വരും. ഏത് പാഠമായിരുന്നു? ദോസന്തരേം എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിക്കണം കേട്ടോ. സെറ്റ് അല്ലേ? റെഡി അല്ലേ? പഠിക്കാൻ തുടങ്ങാത്തവരെല്ലാരും പഠിച്ചു തുടങ്ങിക്കോ. അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിക്കോ. എക്സാം ആയിട്ടുണ്ട് കേട്ടോ. സെറ്റ് അല്ലേ? യെസ് മക്കളെ, താങ്ക് യു.